അവനിവിടെ ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യേശു ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ ഈ കൊണ്ടുവന്നതോ? ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ എന്നുള്ള പേരിലാണ് ഈ ഞായറാഴ്ച അവർ ആചരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഈസ്റ്റർ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കാറില്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉയർപ്പുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നൊരു കാര്യമല്ല. അത് മറ്റൊരു ദേവൻ്റെ ഉത്സവമാണ്. അത് പിന്നെ ക്രിസ്ത്യാനികൾ കടമെടുത്ത് ആ പേരിൽ അങ്ങ് ആഘോഷിച്ചു പോകുന്നതേ ഉള്ളൂ. അതല്ല നമ്മുടെ വിഷയം, അതല്ല. ഏതെങ്കിലും ദേവൻ്റെ ഏതെങ്കിലും ആചാരമോ ഉത്സവമോ ഒന്നുമല്ല നമ്മൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാൻ രാവിലത്തെ സർവീസിൽ ഇങ്ങനെ പറയായിരുന്നു, വി ഓവർ സെലിബ്രേറ്റ് ക്രിസ്മസ് ബട്ട് അണ്ടർ എംഫസൈസ് റിസറക്ഷൻ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഈസ്റ്റർ എന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മൾ ക്രിസ്മസ് അങ്ങ് ഓവർ സെലിബ്രേറ്റ് ചെയ്യും, അല്ലേ? ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകമെമ്പാടുള്ള എല്ലാവരും അങ്ങ് ക്രിസ്മസ് ഇപ്പോൾ ആഘോഷിക്കുക. പക്ഷേ കർത്താവിൻ്റെ ഉയിർപ്പ് അതിനെ അങ്ങ് അണ്ടർ എംഫസിസ്, അതിനൊരു വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമുക്ക് ഈ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി 2 സുവിശേഷങ്ങളിലാണ് കുറച്ച് കാര്യമായിട്ടുള്ളത്. അതേസമയത്ത് ഉയിർപ്പിനെ പറ്റി 4 സുവിശേഷങ്ങളിലും അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തികളിലായാലും ശരി, പിന്നീടുള്ള ലേഖനങ്ങളിലൊക്കെ തന്നെ കർത്താവിൻ്റെ ഉയിർപ്പിനെ പറ്റി അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവർ കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി 2 മാത്രമേ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലല്ലാതെ പരാമർശമുള്ളൂ എന്നുള്ള കാര്യവും മറക്കരുത്. അപ്പോൾ ഇവിടെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. 1 Corinthians chapter 15 1-4. 1 കൊരിന്ത്യർ 15 അധ്യായം 1 മുതൽ 4 വരെയുള്ള. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നു. മതി. ഇവിടെ പൗലോസ് സുവിശേഷം തുടങ്ങുന്നത് യേശുവിൻ്റെ ജനനം മുതലല്ല, യേശുവിൻ്റെ മരണം മുതൽ ഉയിർപ്പ് വരെയാണ്, അല്ലേ? നമ്മൾ നല്ലോണം ഓർക്കണം, യേശുവിൻ്റെ മരണം അടക്കം ഉയിർപ്പ് അത് സുവിശേഷത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇന്ന് എത്രത്തോളം നമ്മുടെ സുവിശേഷങ്ങളിൽ ഈ കർത്താവിൻ്റെ ഉയിർപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ സുവിശേഷങ്ങൾ പലപ്പോഴും ഈ കർത്താവിൻ്റെ മരണമോ അടക്കമോ ഉയിർപ്പോ അല്ലെങ്കിൽ 2-ാം വരവോ അതൊന്നുമല്ല നിൽക്കുന്നത്. നമുക്ക് ആ കൂടി നമ്മുടെ സുവിശേഷം രോഗം മാറുന്ന സുവിശേഷം, കടം മാറുന്ന സുവിശേഷം, ഈ പറഞ്ഞ പോലെ മോളെ കെട്ടിക്കുന്ന സുവിശേഷം, കണക്ക് പരീക്ഷ മോൻ ജയിക്കുന്ന സുവിശേഷം, മോളെ ഓസ്ട്രേലിയക്ക് വിടുന്ന സുവിശേഷം, ഇതൊക്കെയാണ്. ഇതിനു വേണ്ടിയുള്ള സുവിശേഷമാണ് നമ്മൾ പറയുന്നത്. വളരെ മിനിമം സുവിശേഷമുള്ളൂ നമ്മൾ പറയുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങിയ സുവിശേഷം രാജ്യത്തിൻ്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. അപ്പം ഒരു ക്രിസ്തീയതയുടെ ഒരു ചിഹ്നമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രോസ്. സംശയമൊന്നും വേണ്ട. ഉണ്ണിയേശു കിടന്ന തൊട്ടിലല്ല, അല്ലെങ്കിൽ എന്താണ് പുൽക്കൂട, ഒന്നുമല്ല, അല്ലേ? ആ കുരിശാണ്. വാട്ട് ഈസ് ദ സൈൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ദ ക്രോസ് ആൻഡ് നോട്ട് ദ ക്രേഡിൽ. ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ ഈ ഖനം അല്ലെങ്കിൽ അതിൻ്റെ കട്ടി നമ്മൾ കുറച്ച് കളഞ്ഞു പ്രിയപ്പെട്ടവരെ. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 14 വാക്യം, ആദ്യം വാക്യം. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 14 വാക്യം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എപ്പം? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ. അതിൻ്റെ 17 വാക്യം. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. കണ്ടോ, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഇൻ വെയിൻ, ഫ്യൂട്ടൈൽ എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോഴും പാപത്തിലിരുന്നേനെ. അപ്പോൾ ക്രിസ്തു ഉയർത്തതുകൊണ്ട് നമ്മളിന്ന് പാപത്തിലല്ല. അതിനൊരു സ്തോത്രം പറയാമോ? പക്ഷെ നമ്മുടെ പാപത്തിലിരിക്കുന്നു അല്ലെങ്കിൽ പാപത്തിലിരിക്കുന്നില്ല, ക്രിസ്തുവിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇതാ പ്രശ്നം. നമുക്കിതൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
കാരണം ഈ ക്രിസ്തുവിൻ്റെ ഉയർപ്പൊന്നും നമ്മൾ അത്ര വലിയ ഗൗരവം, ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരും, ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക്. അല്ല, നമ്മുടെ കോർ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ എത്രത്തോളം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. ആ ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? ആ ഉയർപ്പിച്ച യേശുവിനെ ഉയർപ്പിച്ച കർത്താവ് അതേ ആത്മാവിൽ എൻ്റെ മർത്യ ശരീരത്തെയും ഉയർപ്പിക്കും എന്നൊക്കെയുള്ള ആ പ്രത്യാശയും ബോധ്യം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. സത്യക്രിസ്ത്യാനികൾ എന്നോട് പിണങ്ങരുത്. ഈ ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുമ്പായിട്ട് ഒരു 40 ദിവസം, നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡോട് വിളിക്കും ലെൻറ്റ്. എന്താണ് അല്ലേ? 40 ദിവസം ഈ പറഞ്ഞാൽ ഉപവസിക്കണമെന്നും ഇറച്ചി മീനും മാറ്റിയിരിക്കണമെന്നൊന്നും ബൈബിളിൽ വാക്യമില്ല. ഇനി നിങ്ങളെങ്കിൽ ആരെങ്കിലും നല്ല കാര്യത്തിൽ തടി കുറയാൻ വേണ്ടി ഇച്ചിരി ഇറച്ചി മീനൊക്കെ കുറയ്ക്കുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെ, ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് നല്ലതാണ്, അല്ലേ? അപ്പോൾ യേശു ഒരു 40 ദിവസം ഉപവസിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതെപ്പോഴാണെന്നറിയാമോ? തൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലാണ്. ക്രൂശിന് തൊട്ട് മുമ്പ് 40 ദിവസമൊന്നും യേശു ഉപവസിച്ചില്ല. എന്നാൽ നമ്മളാണെങ്കിൽ ഒരു കുരിശ് വരുന്നെന്ന് കണ്ടാൽ അവിടെ ഉപവാസമായി. യേശു കുരിശ് കണ്ടിട്ടല്ല ഉപവസിച്ചത്, യേശു ശുശ്രൂഷയുടെ തുടക്കത്തിലാണ് ഉപവസിച്ചത്. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യം വായിച്ചേ. അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഉപവസിക്കാനായിട്ട് നടത്തിയെന്നല്ല, പിശാചനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 2-ാം വാക്യം. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. 40 ദിവസം താൻ ഒന്നും കഴിച്ചുമില്ല, കുടിച്ചുമില്ല. ഈ പരീക്ഷ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ പരീക്ഷകൻ തന്നെ വന്ന് പരീക്ഷിക്കുന്നു. പക്ഷേ ആ പരീക്ഷയിൽ താൻ നിലനിന്ന് പോയതിന് ഒരു കാരണം, താൻ എന്ത് ചെയ്തു? താൻ ഉപവസിച്ച പിതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാം. ഞാനൊരു കാര്യം പറയാം പ്രിയ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ 17-ാം വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. അതിൻ്റെ അർത്ഥം തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് 40 ദിവസം താൻ എവിടെ ഇരുന്നു? ദൈവസന്നിധിയിലിരുന്നു. പക്ഷേ അവിടെ എന്താണ് അവിടുത്തെ ആക്ടിവിറ്റി? പിശാചിനാലുള്ള പരീക്ഷ. അപ്പം നമ്മൾ ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? പരീക്ഷ വരും, അല്ലേ? നിങ്ങൾ പറയാറുണ്ട് ഒരു 3 ദിവസം ഇരുന്ന് കളയാമെന്ന് വിചാരിച്ചാണ് ബ്രദറെ. പക്ഷേ ഇരുന്ന് കളയാമെന്ന് വിചാരിച്ചപ്പം ചെറുക്കന് സുഖമില്ല. പിന്നെ അതിനെയും കൊണ്ട് ഞാൻ എനിക്ക് ആശുപത്രിയിലും ഉപവാസം കൂടെ പറ്റുമോ? അപ്പം പിന്നെ എൻ്റെ ഉപവാസം അങ്ങ് മാറ്റി വെച്ച് പിന്നെ ആശുപത്രി ഇരുന്ന്, അല്ലേ? എന്തെങ്കിലും പരീക്ഷ വരും, ഉറപ്പാണ്, അല്ലേ? അപ്പം ഈ പരീക്ഷ നമുക്ക് വരും. പക്ഷേ ആ പരീക്ഷ സഹിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ശുശ്രൂഷയുടെ തുടക്കത്തിലാണ് 40 ദിവസം കർത്താവ് അവിടെ. പിന്നെ ഈ ഉയർത്തെഴുന്ന ശേഷമുള്ള 40 ദിവസം എന്താ ചെയ്തതെന്നുള്ളത് അത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നേ 1-ാം അധ്യായം 2-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 1:2. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കണ്ടോ? ഉയർത്ത് എഴുന്നേറ്റ് വന്ന ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരുടെ പഴയ പോലെ താമസിച്ചില്ല. വന്നു പോയി ഒരു 10 അപ്പിയറൻസസ് 10 പ്രാവശ്യം താൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് എഴുതി. ആ 10 പ്രാവശ്യവും റെഫറൻസ് ഉണ്ട് ബൈബിളിൽ. ഈ 10 പ്രാവശ്യവും വന്ന് ഇവരോട് സംസാരിച്ചപ്പോഴൊക്കെ എന്തുവായി 40 ദിവസം പറഞ്ഞത്? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ അർത്ഥം തുടങ്ങിയ പ്രസംഗം എങ്ങനെയാണ്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. പോകുന്നതിന് മുമ്പ് 40 ദിവസം എന്താ ക്ലാസ് കൊടുത്തത്? ദൈവരാജ്യത്തെ സംബന്ധിച്ച്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇടയിൽ ദൈവരാജ്യത്തെ പറ്റി പ്രസംഗവും ഇല്ല, പറച്ചിലും ഇല്ല, ആ ഒരു തോട്ട് പോലും നമ്മുടെ ഇടയിൽ വരുന്നില്ല. അതെന്തുകൊണ്ടാണോ നമ്മളൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരി, അവസാനം ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. ലൂക്ക് 24:5. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. നമ്മൾ വി നെവർ ലുക്ക് ഫോർ ദ ഡെഡ് അമംഗ് ദ ലിവിങ്. ഈ പറഞ്ഞാൽ നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നവരെ. ഇതിനിടയ്ക്ക് ആരെങ്കിലും ഒരു ശവശരീരം തപ്പൂ? ഇല്ല. അതെങ്ങനെ? മരിച്ചവരെ കൊന്നി മോർച്ചറി കാണും, അല്ലേ കല്ലറയെ കാണും, ഇവിടെ കാണത്തില്ല, ഉറപ്പല്ലേ? അല്ലേ? അതുപോലെയാണ് തിരിച്ച് ഈ ജീവനുള്ളവരെ എവിടെ നീ തിരക്കി വരുന്നേ? മരിച്ചവരുടെ. ഹൗ ക്യാൻ യു കം ആൻഡ് സെർച്ച് ഫോർ ദ ലിവിങ് അമംഗ് ദി ഡെഡ്?
ഈ കല്ലറയ്ക്കകത്ത് മരിച്ചവരെ ഇരുത്തുന്ന അല്ലെങ്കിൽ അടക്കുന്ന കല്ലറയിൽ നിങ്ങൾ ജീവനുള്ളവനെ തേടി എന്തിനാ വന്നേ? ഇതൊരു ചോദ്യമാണ്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആർ വി ലുക്കിംഗ് ഫോർ ദ ലിവിങ് അമംഗ് ദി ഡെഡ്? ഇന്ന് ലോകമെമ്പാടും നോക്കിയാൽ ജീവനുള്ള ദൈവത്തെ എവിടെയാണ് തിരയുന്നത്? മരിച്ചവരുടെ ഇടയിലാണ്. അതിനിടയിലാണ് ഈ പാവപ്പെട്ടവരായ നമുക്ക് ഈ ജീവനുള്ളവനെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. ആ ജീവനുള്ളവനെ വെളിപ്പെടുത്തി കിട്ടിയവരെല്ലാം ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയ നമ്മൾ ഇന്ന് ആ ജീവൻ്റെ പുതുക്കത്തിൽ നമ്മൾ വന്നിട്ട് ആ ജീവനുള്ളവൻ്റെ ജീവദാതാവിനെ അല്ലേ നമ്മളെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ജീവനോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നെല്ലാവരും ജീവനോടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ അല്ലേ? ആ ദൈവത്തെ ഇപ്പം നിങ്ങൾ വായി തുറന്ന് സ്തുതിച്ചെങ്കിൽ അതിനുള്ള ജീവൻ തന്നത് നമ്മുടെ കർത്താവാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ആ ജീവന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാൽ വരും അല്ലേ? നമുക്കറിയാം ആ ഉയിർപ്പ് ദിവസം വെളുപ്പിന് രാവിലെ നമ്മൾ നോക്കിയാൽ അറിയാം. ലൂക്കോസ് 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഞാൻ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച പറയുകയായിരുന്നു, ഈ യേശു ക്രൂശിൽ മരിച്ചു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പോയി. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ട ഒരാൾ നോക്കിയപ്പം ആൾ പോയി. പിന്നെ ടെസ്റ്റൊന്നും നടത്തിയില്ല, ആൾ പോയി അല്ലേ? അന്നത്തെ ഒരു രീതി ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ശബത്തായതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് മുമ്പ് എടുത്ത് അടക്കണം. അപ്പം മരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ പതുക്കെ അങ്ങ് കൊല്ലും. അതിനുള്ള ഏർപ്പാടാണ്. കാല് ഒടിച്ച് കൊല്ലുമെന്ന. അങ്ങനെ യേശുവിൻ്റെ കാല് ഒടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആൾ പോയി. അടുത്തെന്ത് ചെയ്യണം? അടക്കണം. ആര് പോയി പെർമിഷൻ മേടിച്ചുകൊണ്ട് വരും? എവിടെ അടക്കും? അതാണ് അടുത്ത പ്രശ്നം. കാരണം ക്രൂശിക്കപ്പെട്ട ഒരുവൻ്റെ ശരീരമായത് സാധാരണ പോലെ കൊണ്ട് അടക്കാൻ പറ്റത്തുമില്ല. അപ്പോഴാണ് രണ്ടുപേരും മുന്നോട്ട് വന്നു. ആരൊക്കെയായിരുന്നു? ഒന്ന് രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട്, നല്ല ഗുരു, നിത്യജീവൻ ലഭിക്കാൻ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ പണ്ട് IPSയിൽ ഇരുന്നപ്പോൾ ഒരു പ്രായമുള്ളൊരു അപ്പച്ചന് ഉപദേശി വന്നിട്ട് രാത്രിയിൽ വന്നു. സഹോദര, രാത്രിയിലല്ല വരേണ്ടത്, നട്ടുച്ച സമയത്താണ് എൻ്റെ കർത്താവ് കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെ നട്ടുച്ചയ്ക്ക് നിനക്ക് വേണ്ടി മരിച്ച കർത്താവിനെ കാണാൻ നീ രാത്രിയിൽ വരുന്നുവോ? ഞാനൊക്കെ ഇങ്ങനെ പായിലിരുന്ന് ഇങ്ങനെ കേട്ട് അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇയാളെന്തൊരു ദുഷ്ടനാ. ആര്? നിക്കോദിമോസ് രാത്രിയിൽ വരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ ഉപദേശിച്ച് 3-4 കൂടെ അടിച്ചിട്ട് പോയി. ഈ പള്ളി കഴിഞ്ഞിട്ട് ഓടി വരുന്നവർ ഇങ്ങനെയുള്ളവർക്ക് കിട്ടി 2 താങ്ങിയതാ. അതാ പ്രശ്നം. നിക്കോദിമോസ് അല്ല അവിടെ വിഷയം. പുള്ളി 2 കാല് വെച്ച് നിൽക്കുന്നവർക്കിട്ടൊരു കൊട്ട് കൊടുത്തായിരിക്കാം. നമുക്കിതുവല്ല മനസ്സിലാവും. എൻ്റെ കുഞ്ഞു മനസ്സിൽ അന്ന് കയറിയത് നിക്കോദിമോസ് ഒരു ഭയങ്കര വില്ലനാ. ഇയാൾ യേശുവിൻ്റെ അടുത്ത് എപ്പോഴാണ് വന്നത്? രാത്രി വന്നു. അതായിരുന്നു വലിയ ക്രൈം. രാത്രി വന്നു. പിന്നെ മറ്റേതാരാ? അരിമത്ഥ്യയിലെ യോസേഫ്. അയാൾക്ക് എന്തുണ്ടായിരുന്നു? അയാൾക്ക് സ്വന്തമായിട്ടൊരു കല്ലറ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് കല്ലറയുണ്ടോ? അല്ലേ? ഈ കല്ലറ അത് ആരെയും വെച്ചിട്ടില്ലാത്തൊരു കല്ലറ, ഒരു ധനവാനായ മനുഷ്യൻ്റെ കല്ലറ. ഇവർ രണ്ടും കൂടെ പോയി എന്ത് ചെയ്തു? RDOയെ കണ്ട്, തഹസിൽദാരെ കണ്ട് എല്ലാം ഒപ്പിട്ട് കൊടുത്ത് ഈ പറഞ്ഞ ശരീരം ഏറ്റുവാങ്ങിച്ചു. അവരാളെയും കൊണ്ടുപോയി എന്ത് ചെയ്തു? നേരെ ശരീരം ഇറക്കി ആംബുലൻസിൽ കയറ്റി നേരെ അവിടെ കൊണ്ടുപോയി ആ പാറയിൽ വെട്ടിയെടുത്ത് ഇതുവരെ ആരെയും വെച്ചിട്ടില്ല പുതിയ കല്ലറയിൽ കൊണ്ട് നല്ലവണ്ണം ശരീരമൊക്കെ നല്ല വൃത്തിയാക്കി നല്ല തുണി കൊണ്ട് പൊതിഞ്ഞ് നീറ്റായിട്ട് കൊണ്ട് അടക്കി. ഇത്രയും കാര്യം ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ ആ ശരീരം പോയി കല്ലറയിൽ നിന്ന് അനുവാദം മേടിച്ച് ക്രൂശിൽ നിന്ന് അനുവാദം മേടിച്ച് ഇറക്കി കൊണ്ടുപോയി അടക്കാൻ, മാന്യമായിട്ട് അടക്കാൻ ദൈവം 2 പേരെ വെച്ചിരുന്നു. ആരൊക്കെയാ? നിക്കോദിമോസും യോസേഫും. അപ്പം നിക്കോദിമോസുമാരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. ദൈവസഭയിൽ നിക്കോദിമോസുമാരും വേണം പ്രിയപ്പെട്ടവരെ. അരിമത്തെ യോസേഫ് ഇരിക്കട്ടെന്ന്. ചിലപ്പോൾ ഇവരെ കൊണ്ടൊരു പ്രയോജനം എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കറിയാം അല്ലേ? അതുകൊണ്ട് അവരും ഉണ്ട്. അന്ന് ആ ഉപദേശം പറഞ്ഞതും കേട്ടുകൊണ്ട് ഞാൻ എത്ര നാൾ ഈ നിക്കോദിമോസിനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അയാളോട്. അയാൾ എന്തിനാ രാത്രി വന്നേ? എൻ്റെ പ്രശ്നം എഴുന്നേറ്റാ രാത്രി വന്നേ. അതായിരുന്നു എൻ്റെ പ്രശ്നം. ഈ വാക്യം വായിച്ചപ്പോഴേ മനസ്സിലായി അയാൾ രാത്രിയോ പോലെ എപ്പോഴോ വരട്ടെ. പക്ഷേ യേശുവിൻ്റെ ശരീരം പോയി അനുവാദം മേടിച്ചുകൊണ്ട് വന്ന് കൊണ്ടുപോയി അടക്കാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു.
അപ്പോൾ 24 അധ്യായം 1 വാക്യം, ലൂക്കോസ് 24:1. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തി. ഇതാ സ്ത്രീകൾ വരുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷേ ഇവർ രാവിലെ വരുന്നത് എന്തിനായി വരുന്നത്? വെളുപ്പിന് സുഗന്ധവർഗവും. എന്തിനായി സുഗന്ധവർഗം? പുരട്ടാനായി. എവിടെ പുരട്ടാൻ? ശവശരീരത്തിൽ. ഇതാണ് നമ്മുടെയും പ്രശ്നം. ഈ സുഗന്ധവർഗം ഒരിക്കലും, ഈ പറഞ്ഞ സുഗന്ധവർഗം ഒരിക്കലും ജീവിച്ചിരിക്കുന്നതിൻ്റെ ശരീരത്തിലല്ല പുരട്ടുന്നത്. ഇത് പുരട്ടുന്നത് എവിടെയാണ്? ശവശരീരത്തിലാണ്. ശവശരീരത്തിൽ പുരട്ടാൻ സുഗന്ധവർഗം, അതും തലേന്ന് തന്നെ, ഇത് തലേന്നല്ല, വെള്ളിയാഴ്ച രാത്രി അല്ലേ, ശബത്ത് തുടങ്ങുന്നതിന് മുമ്പേ ഇവരിതെല്ലാം ഒരുക്കി വെച്ചു. ഇന്നത്തെ പോലെ കടയിൽ പോയി കിട്ടത്തില്ല. ഇവരെന്ത് ചെയ്തു? അതിൻ്റെ കൂട്ടൊക്കെ മേടിച്ച് അത് അരച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ശനിയാഴ്ച മൊത്തം അതവിടെ ഇരുന്നു. എന്നിട്ട് ഞായറാഴ്ച വെളുപ്പിന് ഇതും കൊണ്ട് കല്ലറയ്ക്ക് വരിക. അപ്പോൾ ഇവർ ഈ വലിയ സന്തോഷമായിട്ട് കൊണ്ടുവരും. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവിന് ഒന്നുമില്ലെങ്കിലും ശവശരീരത്തിൽ പുരട്ടാൻ പൂശാൻ ഞങ്ങൾക്ക് ഈ സുഗന്ധവർഗവും കൊണ്ട് വരാൻ പറ്റിയല്ലോ, ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞല്ലോ. പക്ഷെ ഇവരാർക്കാണ് ശുശ്രൂഷ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ശവശരീരത്തിനാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതെ കമ്മിങ് ടു സെർവ് ജീസസ്? നോ, അല്ലേ? അവർ തിരക്കി വരുന്ന യേശു ഇവിടെ ഇല്ല. അതുകൊണ്ട് ആരെയും തിരക്കുന്നത്? അവനിവിടെ ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യേശു ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ ഈ കൊണ്ടുവന്നതോ ആർക്ക് വേണം? ഇന്ന് നമ്മുടെ പ്രശ്നം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇതെല്ലാം ഒരുക്കി കൂട്ടി വരിക. എന്തിനാ? ആർക്ക് പുരട്ടാനാ? ജീവനുള്ള യേശുവിന് ഇതിൻ്റെ ആവശ്യമില്ല. ഈ കൂട്ടും സുഗന്ധവർഗവും ഒന്നും എൻ്റെ യേശുവിന് വേണ്ട, പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇതൊന്നും എൻ്റെ യേശുവിന് വേണ്ട. ഈ ശവശരീരം ഇരിക്കുന്നിടത്താ ഈ പണ്ടത്തെ കാലത്ത് ഈ പുകയ്ക്കുന്നതും ഈ സുഗന്ധവർഗം ഇടുന്നതും അതും ഇതുമല്ല. ശരി, അവർ ഈ സുഗന്ധവർഗം കൊണ്ടുവരുന്ന ഒരു ശവശരീരത്തിൽ പുരട്ടാനാ. വന്നിട്ട് അടുത്ത വാക്യം, കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറ് കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച അതിനെക്കുറിച്ച് എന്ത് വരുന്ന ചഞ്ചലം? ഇത് വരുന്ന വഴിക്കൊരു വലിയ ചഞ്ചലം ഉണ്ടായിരുന്നു. തലേന്ന് രാത്രിയൊക്കെ ഞെട്ടി ഉണരുമ്പോഴൊക്കെ ഒരു ചഞ്ചലം. ആര് നമുക്ക് വേണ്ടി കല്ല്? കാരണം സിയേറ്റുകാരന്മാരെ രാവിലെ കിട്ടത്തുമില്ല. ലോഡിങ് ആരൊന്നും ആ ജംഗ്ഷനിൽ ഇല്ല. കല്ലറത്തോട്ടത്തിന് ഏത് ലോഡിങ് ആരൻ, അല്ലേ? അപ്പം ആര് നമുക്ക് വേണ്ടി കല്ല്? അതായിരുന്നു ഒന്ന്. അവിടെ ചെന്നപ്പം കല്ല് ഉരുട്ടി എടാ. അപ്പം തന്നെ വലിയ സന്തോഷം, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തോട്ട് പോയി. കല്ല് മാറ്റി കിട്ടി. ആരോ ഇവിടെ ഒന്ന് കല്ല് മാറ്റി. ശരി, കല്ല് മാറ്റി അകത്ത് കയറിയപ്പോൾ എന്താണ് സംഭവം? ഇല്ല, സംഗതി ഇല്ല. അവിടുത്തെ ആ വാക്ക് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ. അതെന്താണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം? ഈ ഓടി വന്ന ഉത്സാഹം അങ്ങ് പോയി. ഈ കല്ലുരുട്ടി മാറ്റിയതിൻ്റെ ആ ഒരു സന്തോഷവും അങ്ങ് പോയി. ഇപ്പം നാണ്ട കല്ലറയ്ക്കകത്ത് കയറി ഇല്ല. നമ്മുടെയും പ്രശ്നം ഇതാ. ശവശരീരത്തിന് ശുശ്രൂഷിക്കാൻ കൊണ്ടുവന്ന സാധനം ഇനിയിപ്പോൾ ആർക്കും കൊണ്ട് പുരട്ടാൻ? ഇതെല്ലാം മിനിഞ്ഞാന്നിരുന്ന് ഉണ്ടാക്കിപ്പോയി. ഭയങ്കര വിലയായി സാധനത്തിനൊക്കെ. ഇതെല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോൾ ഇവിടെ ആളില്ല. ഇത്തിരി നാണക്കേട്. രാത്രി മുഴുവൻ ഈ ഉണർന്നിരുന്ന് ഈ സാധനവും കൂടി യാത്ര ചെയ്ത് വെളുപ്പിന് വന്നപ്പം ശവശരീരം കാണാം. കർത്താവേ, ഇതൊരു വല്ലാത്ത പണിയായിപ്പോയി. ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കിക്കൊണ്ട് ഇനി എവിടെ ഇതൊന്ന് പിടിപ്പിക്കുന്നത് തൂത്ത്? ആർക്ക് വേണം നിങ്ങളുടെ ധൂപം? നിങ്ങളുടെ ധൂപവർഗം ആർക്ക് വേണം? അല്ല, ഈ കൂട്ട് ആർക്ക് വേണം? ഇത് എവിടെ പുരട്ടാനാണ് നിങ്ങൾ കൊണ്ടുവന്നത്? കർത്താവിൻ്റെ ശവശരീരത്തിൽ. ഇന്നും കർത്താവിൻ്റെ ശവശരീരം എടുത്തുകൊണ്ട് നടക്കുന്നില്ലേ? കർത്താവിൻ്റെ പല്ലും നഖവും മുടിയും അതും ഇതുമൊക്കെ വെച്ച് നമ്മൾ കാശുണ്ടാക്കുന്നില്ലേ പലയിടത്തും? ഞാൻ സങ്കടത്തിൽ പറയുക, ഇത് നമ്മൾ എവിടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ള മൂഢതയിൽ നിന്നും, അല്ലേ, അങ്ങനെയുള്ള മൗഢ്യത്തിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ വിടിവിച്ചതിന് നന്ദിയുള്ളവരൊക്കെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. പക്ഷേ ഇന്ന് ഓർക്കണം, നമ്മളെ കർത്താവ് വിടിവിച്ചു. പക്ഷേ ആ മൗഢ്യതയിൽ ഇന്നും നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവരെ കളിയാക്കുകയല്ലേ വേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 തരം കിട്ടുമ്പോൾ അവരോട് ഈ സത്യം ഒന്ന് പറയണം. പക്ഷെ പറയുമ്പം ഞാനീ പറഞ്ഞ പോലെ ഒന്ന് ധൂപത്തിൻ്റെ കഥയൊന്നും ചെന്ന് പറഞ്ഞു കളയരുത്. ഇനി ആരെങ്കിലും നിങ്ങൾ ധൂപക്കുറ്റിയെ ചെന്ന് കളിയാക്കി അവരൊന്നുകൂടെ പുറകോട്ട് പോയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് ബോധം ഉണ്ടെന്ന് വിചാരിച്ചോണ്ടാണ് നിങ്ങളോട് ആ കാര്യം പറഞ്ഞത്. ഇനി ഇന്നൊരു പോയിൻ്റ് കിട്ടി, വീട്ടിലോട്ട് ചെല്ലട്ട്
ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഈസ്റ്റർ നിങ്ങളുടെ പള്ളിയിൽ? ഓ, ഇന്ന് നല്ല വീശായിരുന്നു. അതാ ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർ പറയും, സാമ്പാർഷൊക്കെ അറിയാം കഥയൊക്കെ. ഇതൊക്കെ എവിടെ നിന്ന് വന്നെന്നറിയാമോ? ശവക്കോട്ടയെന്നാണ് വന്നേ എന്നെങ്ങാനും പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇനി അടുത്ത 25 കൊല്ലം വരാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഈ ഓരോരുത്തരെ മാനസാന്തരപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ കഥ പറഞ്ഞു പോയല്ലോ എന്ന് ഞാനിപ്പോൾ ആയിപ്പോയി. മെനയായി. ഇതിപ്പോൾ തിരിച്ച് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നിങ്ങളിനി ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ കേട്ടതെല്ലാം അങ്ങ് മനസ്സിൽ നിന്ന് വിട്ടേരെ. അതൊന്നും പറയണ്ട. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പറ്റിയേ പറയാവൂ. മറ്റാരെയും ചെന്ന് കളിയാക്കോ കുത്തിപ്പറയോ ഒന്നും ചെയ്യരുത്. ദൈവമേ എന്നോടും ക്ഷമിക്കണേപ്പാ, ഇവർക്ക് ആവശ്യമില്ലാത്തൊരു ഫീഡിങ് കൊടുത്തു, അത് തെറ്റായിപ്പോയി. ഓക്കെ, ശരി. അപ്പം അടുത്തവർ ചഞ്ചലിച്ചിരിക്കുക. എന്താണ്? ദ ബോഡി ഈസ് നോട്ട് ഹിയർ. വരുന്ന വഴിക്ക് എന്തായിരുന്നു ചഞ്ചലം? ഹൂ വിൽ റോൾ ദ സ്റ്റോൺ ഫോർ അസ്? ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? അത് മാറ്റി. അകത്ത് കയറിയപ്പം ശരീരമില്ല, അതുകൊണ്ട് ചഞ്ചലിച്ചിരിക്കുക. അപ്പോഴാണ് അവിടെ ദൈവദൂതൻ പറയുന്നത്. അടുത്ത വാക്യം, ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് നിങ്ങൾ ജീവനുള്ളവരുടെ ഉള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എൻ്റെ വാക്ക് ഞാൻ നിർത്തുക പ്രിയപ്പെട്ടവരെ. മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ തിരയുന്നൊരു വലിയ സമൂഹം ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നമ്മൾ ഈ മരിച്ചവരുടെ ഇടയിലല്ല നമ്മൾ കിടക്കുന്നത്. നമ്മൾ ജീവനുള്ളവരെ ആരാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ജീവൻ വ്യാപരിക്കണം. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെല്ലാം ഈ ജീവനുള്ളവൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിലേ ഈ നമ്മുടെ ചുറ്റുമുള്ളവർ ഉയർത്തവനെ നമ്മളിലൂടെ അവർ കാണത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. എത്ര പേരൊരു തീരുമാനമെടുക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കർത്താവ് കാണിച്ചു കൊടുക്കുവാൻ എൻ്റെ ജീവനെ ഞാനിതാ കർത്താവ്, എൻ്റെ ജീവിതം, എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ആയുസ്സിനെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാട്ട് നമുക്കൊന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് വായി തുറന്ന്, നാഥ നീ എന്നെ ജീവിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കുവാൻ, ആ കർത്താവിനെ എൻ്റെ സ്വന്തം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പദവി എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. ആ പിതാവിനെ കർത്താവെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. അതിനായി എന്നെ നിന്നെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് കണ്ണടച്ച്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.